നമസ്കാരം. പ്രതീക്ഷയുടെയും പുതുജീവിതത്തിന്റെയും സന്ദേശം നൽകുന്ന ഈസ്റ്റർ ദിനം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം ഇനി ഊട്ടിയുറപ്പിക്കാൻ കഴിയാത്തതായിരിക്കുമെന്ന് മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിൽ നടന്ന ഈസ്റ്റർ പ്രസംഗത്തിനിടെ ട്രംപ് സ്റ്റാർമറെ പരിഹസിക്കുന്ന രീതിയിൽ അനുകരിച്ച് സംസാരിക്കുകയും UK നമ്മുടെ മികച്ച സഖ്യകക്ഷിയല്ല എന്ന് വിമർശിക്കുകയും ചെയ്തതാണ് പുതിയ വിവാദത്തിന് കാരണമായത്. ഇതോടെ UK അമേരിക്ക ബന്ധം താഴ്ന്ന നിലയിലേക്ക് എത്തിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കാത്തതും വിമാനവാഹിനികൾ അയക്കാത്തതുമാണ് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു അഭ്യർത്ഥന അമേരിക്കയിൽ നിന്ന് വന്നിട്ടില്ലെന്ന ഡൌണിംഗ് സ്ട്രീറ്റ് വൃത്തങ്ങളും വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ നിരവധി നയതന്ത്ര വിദഗ്ധർ സ്റ്റാമറുടെ നിലപാട് ശരിയാണെന്ന് പറഞ്ഞെങ്കിലും അമേരിക്കയുമായുള്ള വ്യക്തിപരമായ ബന്ധം ഗുരുതരമായി ദോഷം സംഭവിച്ചിരിക്കാമെന്ന് വിലയിരുത്തുന്നുണ്ട്. UKയുടെ താൽപര്യങ്ങൾ മുൻനിർത്തി സ്റ്റാർമർ ശാന്തമായ സമീപനം തുടരുകയാണെന്നും അദ്ദേഹത്തിന്റെ നിലപാടിന് ലേബർ പാർട്ടിയുടെ മന്ത്രിമാരും MPമാരും ശക്തമായി പിന്തുണ നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കൌണ്ടി ലൈൻസ് കുറ്റകൃത്യങ്ങളിൽ പെൺകുട്ടികൾ ഇരകളാകുന്ന കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. Catch-22 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-ൽ കൌണ്ടി ലൈൻസ് സേവനത്തിൽ കേസുകൾ 22% പേരും യുവതികളാണ്. കഴിഞ്ഞ വർഷം ഇത് 15%. ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ലിംഗപരമായ ധാരണ കാരണം പെൺകുട്ടികളെ പലപ്പോഴും ഇരകളായി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് Catch-22 വ്യക്തമാക്കി. കൌണ്ടി ലൈൻസ് എന്നത് നഗരങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഗ്യാങ്ങുകൾ നടത്തുന്ന കുറ്റകൃത്യമാണ്. കുട്ടികളെയും യുവാക്കളെയും നിർബന്ധിച്ച മയക്കുമരുന്നും പണവും കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ട്. കൌണ്ടി ലൈൻസ് പ്രശ്നം ആൺകുട്ടികളുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്ന തെറ്റായ ധാരണ നിലനിൽക്കുന്നുവെന്നും അതിനാൽ പെൺകുട്ടികളെ ശരിയായി തിരിച്ചറിയുന്നില്ല എന്നും പെൺകുട്ടികൾ പലപ്പോഴും ബോയ്ഫ്രണ്ട് മോഡൽ വഴി കുടുക്കപ്പെടുന്നുവെന്നും Catch-22യുടെ നയവിഭാഗം തലവൻ വ്യക്തമാക്കി. ഇത് കുട്ടികളെ പ്രണയബന്ധത്തിലാണെന്ന് വിശ്വസിപ്പിച്ച പിന്നീട് കുറ്റകൃത്യങ്ങളിൽ ഇടപെടാൻ നിർബന്ധിക്കുന്ന രീതിയാണ്. ഡേവ് കൊടുങ്കാറ്റ് മൂലം UKയിൽ വ്യാപകമായ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. സ്കോട്ട്ലൻഡിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും കാറ്റും ഉണ്ടാകുമെന്നതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ 30 സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം വടക്കൻ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനുള്ള അമ്പർ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പറക്കുന്ന അവശിഷ്ടങ്ങൾ അപകടങ്ങൾക്ക് ഇടയാക്കാനും ജീവന് ഭീഷണിയാകാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കൂടാതെ യാത്രക്കാർ റോഡ്, റെയിൽ, വ്യോമ, ഫെറി സർവീസുകളിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരാമെന്നും മുന്നറിയിപ്പുണ്ട്. ഹൈലാൻഡ്സ് മേഖലയിൽ വൈകുന്നേരത്തോടെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും. ഉയർന്ന പ്രദേശങ്ങളിൽ 20 മുതൽ 30 സെന്റിമീറ്ററും താഴ്ന്ന പ്രദേശങ്ങളിൽ 5 മുതൽ 10 സെന്റിമീറ്ററും വരെ മഞ്ഞ് പെയ്യുമെന്നും മെറ്റ് ഓഫീസ് പറഞ്ഞു. തിങ്കളാഴ്ചയ്ക്ക് ശേഷം താപനില ഉയരുമെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു. ചൊവ്വാഴ്ച 20 മുതൽ 21 ഡിഗ്രി സെൽഷ്യസ് വരെയും ബുധനാഴ്ച 23 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. വലിയ തിരമാലകളും മണിക്കൂറിൽ 90 മൈൽ വരെ വേഗതയുള്ള കാറ്റും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി കാറ്റ് ദുർബലമായി നോർത്ത് സീയിലേക്ക് നീങ്ങും. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പുതിയ നേതാവായ കാന്റർബറി ആർച്ച് ബിഷപ്പ് സാരാ മുല്ലലി തന്റെ ആദ്യ ഈസ്റ്റർ പ്രസംഗത്തിൽ മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ഹിംസയും നാശനഷ്ടങ്ങളും അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആഹ്വാനം ചെയ്യും. കാന്റർബറി കത്തീഡ്രലിൽ നടക്കുന്ന പ്രത്യേക ആരാധനയിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുമെന്ന് അവർ വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം 6ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഈ സന്ദേശം. മിഡിൽ ഈസ്റ്റിലും ഗൾഫ് മേഖലയിലുമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും നീതിയും സ്വാതന്ത്ര്യവും ലഭിക്കട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കും. മാർച്ചിൽ കാന്റർബറി ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റതിനു ശേഷം നടത്തുന്ന ആദ്യ ഈസ്റ്റർ പ്രസംഗമാണിത്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയെന്ന നിലയിലും ഇത് ശ്രദ്ധേയമാണ്. ഇംഗ്ലണ്ടിന്റെ മുൻ ചീഫ് നഴ്സിംഗ് ഓഫീസറായിരുന്ന അവർ രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രത്യേകമായി ആദരവും അർപ്പിക്കും. പരിചരണത്തിന്റെ കാവൽ ഇരുട്ടിലും നിശബ്ദതയിലും കൂടെയുണ്ടാകുമെന്ന സേവനമാണ് എന്നാണ് അവർ സന്ദേശത്തിലൂടെ അറിയിക്കുക. 2024 മുൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി രാജിവെച്ചതിനെ തുടർന്നാണ് സാരാ മുല്ലലി ഈ പദവിയിൽ എത്തിയത്. ബാൻസ്ലി പ്രദേശത്ത് നടന്ന വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റ്. വെള്ളിയാഴ്ച നടന്ന അപകടവുമായി ബന്ധപ്പെട്ട 17 വയസ്സുള്ള കൌമാരക്കാരൻ ഉൾപ്പെടെ 2 പേരെ കൂടി കൊലപാതക സംശയത്തിൽ അറസ്റ്റ് ചെയ്തു. ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനു മുൻപ് 60 വയസ്സുള്ള പുരുഷനും 38 വയസ്സുള്ള സ്ത്രീയും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇരുവരും കസ്റ്റഡിയിലാണെന്ന് പോലീസ് അറിയിച്ചു. ബാൻസ്ലിയുടെ
കട്ട്വർത്ത് മേഖലയിലെ റോസ് ട്രീ അവന്യൂവിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം 4:55ഓടെയാണ് അപകടമുണ്ടായത്. കാർ ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. 45 വയസ്സുള്ള കാൽനട യാത്രക്കാരൻ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരമുള്ളവരോ ഡാഷ് ക്യാമറ CCTV ദൃശ്യങ്ങൾ ഉള്ളവരോ മുന്നോട്ട് വരണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഹോർമുസ് കടലിടുക തുറന്നു നൽകുന്നതിനായി ഇറാൻ ഭരണകൂടത്തിന് വീണ്ടും 48 മണിക്കൂർ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ട്രംപ് ഈ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനുമേൽ അതിശക്തമായ സൈനികാക്രമണം ഉണ്ടാകുമെന്നും നരകം മുഴുവൻ ഭൂമിയിൽ ഇറങ്ങും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിൽ US സൈന്യം നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ വധിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാനിലെ നിരവധി സൈനിക നേതാക്കളെ വധിച്ചതായി ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റേതെന്ന് അവകാശപ്പെട്ട് 1 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യവും US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം തെക്കൻ ഇറാനിൽ വെടിവെച്ചിട്ട അമേരിക്കൻ F-15 ഫൈറ്റർ ജെറ്റിൽ ഉണ്ടായിരുന്ന ഒരു സൈനികനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച ഇസ്രായേൽ, ബഹ്റൈൻ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടുകളുണ്ട്. ലണ്ടനിൽ IOC UKയുടെ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച UDF UKയുടെ പുതിയുഗ കേരളം തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ക്യാമ്പയിൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു K ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തുവാൻ ലോകമാകെയുള്ള മലയാളികൾ ആഗ്രഹിക്കുന്നതിന്റെ തെളിവാണ് പ്രവാസ സമൂഹങ്ങളിൽ നിന്നുള്ള ഇത്തരം ക്യാമ്പയിനുകളെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. UDFന് പ്രവാസ സമൂഹം നൽകുന്ന പിന്തുണയ്ക്ക് സണ്ണി ജോസഫ് നന്ദി അറിയിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂടൻ എന്നിവർ ആശംസകളും അറിയിച്ചു സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രവാസി UDF പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തവും കേരളത്തിലെ ഭരണപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ചർച്ചകളും യോഗത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരുന്നു. സമ്മേളനത്തിൽ നിരവധി പ്രമുഖരും പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് NDA ക്യാമ്പിൽ ആവേശമാകാൻ ഇന്ന് കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്കെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ പ്രചാരണം നടത്തും. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് അമിത്ഷായുടെ പ്രചാരണ പരിപാടികൾ നടക്കുക. തിരുവനന്തപുരത്ത് പ്രവാസികളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും. തൃശൂരും പാലക്കാടുമാണ് മന്ത്രി നിർമ്മല സീതാരാമൻ എത്തുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.